നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സമരം നയിച്ച ഫാസിസ്റ്റ് നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിച്ചു എന്ന് അവകാശപ്പെട്ട് ഇപ്പോൾ രാജ്യത്തുടനീളം ഒരു ലിസണിംഗ് ടൂറിന് ഇറങ്ങിയിരിക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിൽ യോഗം ചേർന്ന് തങ്ങളുടെ ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണത്രേ ഇവർ. യുവാക്കളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ പാറ്റകളുടെ അവകാശവാദങ്ങൾ കേട്ടാൽ തോന്നും ഇവർ വലിയൊരു യുദ്ധം ജയിച്ചുവെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പ്രഹസനങ്ങൾ തുറന്നു കാട്ടുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ ജനാധിപത്യപരമായ കേൾവിയെയും സഹിഷ്ണുതയും മാത്രമാണ്. നരേന്ദ്രമോദി ഇവരൊക്കെ ആരോപിക്കുന്നത് പോലെ ഒരു ഫാസിസ്റ്റ് ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വ്യക്തിഹത്യ നടത്തുകയും അദ്ദേഹത്തിന്റെ അമ്മയെ പോലും അസഭ്യം പറയുകയും പൊതുമുതൽ തല്ലി തകർക്കുകയും ഇന്ത്യൻ ആർമിയെ പോലും അപമാനിക്കുകയും ചെയ്ത ഒരു ആൾക്കൂട്ടത്തിന് ഇങ്ങനെ സുരക്ഷിതമായി സമരം ചെയ്ത് തിരിച്ചു പോകാൻ കഴിയുമായിരുന്നു? ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ചോദിച്ചു വാങ്ങി വലിയ വിജയം നേടിയെന്നാണ് ഇവരുടെ വാദം. യഥാർത്ഥത്തിൽ ഒരു സംഘി പോയി മറ്റൊരു സംഘി വന്നതുകൊണ്ട് എന്ത് വലിയ മാറ്റമാണ് ഇവർ ഉണ്ടാക്കിയത്? ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇവർ ശ്രമിക്കുന്നത്? അതിനുമപ്പുറം ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പരീക്ഷയിൽ ക്രമക്കേട് നടന്നുവെന്ന് NTA തന്നെ കണ്ടെത്തുകയും വിഷയം CBI അന്വേഷണത്തിന് വിടുകയും റീനീറ്റ് നടത്തി റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തതിനു ശേഷമാണ് ഈ പറയുന്ന ഡൽഹി ജന്തർ മന്ദിറിലെ സമരാഭാസം തന്നെ നടന്നത്. മാത്രമല്ല, ഈ പാർട്ടികൾ സ്വപ്നത്തിൽ പോലും ആവശ്യപ്പെടാത്ത പല അടിസ്ഥാനപരമായ മാറ്റങ്ങളും കേന്ദ്ര സർക്കാർ ഇതിനോടകം കൊണ്ടുവന്നു കഴിഞ്ഞു. പേപ്പർ ചോർച്ച ആവർത്തിക്കാതിരിക്കാൻ അതിശക്തമായ നിയമം പാസാക്കി. വേഗത്തിൽ വിചാരണ നടത്താൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ, പരീക്ഷാ ക്രമക്കേടുകൾക്ക് 10 വർഷം തടവും 1 കോടി രൂപ പിഴയും ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികൾ എന്നിവ നടപ്പിലാക്കി. ഇതൊക്കെയാണ് ഒരു ഭരണകൂടം ചെയ്യേണ്ട സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ, ഉത്തരവാദിത്തമുള്ള ഒരു ഭരണകൂടം ചെയ്യേണ്ട മാറ്റങ്ങൾ. എന്നാൽ ഇപ്പോൾ ഈ ലിസണിംഗ് ടൂറുകാരുടെ കാപട്യം എക്സ്പോസ് ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതാണ് ജാർഖണ്ഡ്. കോൺഗ്രസ് സഖ്യം ഭരിക്കുന്ന ജാർഖണ്ഡിൽ JPSC JSSC പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ദിവസങ്ങളായി തെരുവിലാണ്. CBI അന്വേഷണവും ഘടനാപരമായ മാറ്റങ്ങളും ആവശ്യപ്പെട്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുന്നു. എന്നിട്ടും പേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരവാദികളായവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും അവിടുത്തെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. വിദ്യാർത്ഥികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ കേൾക്കാനാണ് ഈ ലിസണിംഗ് ടൂർ എങ്കിൽ CJP നേതാക്കൾ ആദ്യം പോകേണ്ടിയിരുന്നത് ജാർഖണ്ഡിലേക്കായിരുന്നു. അവിടെ പോയി വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് പിന്തുണ കൊടുക്കാതെ കേവലം ഒരു കേന്ദ്രമന്ത്രിയുടെ രാജി തങ്ങളുടെ വലിയ വിജയമായി കൊട്ടിഘോഷിച്ച് ചിത്രീകരിച്ച് രാജ്യവ്യാപകമായി PR സ്റ്റണ്ട് നടത്തുമ്പോൾ ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം വ്യക്തമാകുകയാണ്. യുവാക്കളുടെ ഭാവിയല്ല, മറിച്ച് നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ് ഇവരുടെ അജണ്ട. കേന്ദ്ര സർക്കാരിന്റെ സഹിഷ്ണുതയെ മുതലെടുത്ത് നടത്തുന്ന ഈ ലിസണിംഗ് ടൂർ വെറും ഒരു രാഷ്ട്രീയ പ്രഹസനം മാത്രമാണെന്ന് പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. നെക്സ്റ്റ് മലയാളം.